ഹായ് ഓൾ, എല്ലാവർക്കും RK Chess അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളായല്ലേ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്, കുറച്ച് തിരക്കിലൊക്കെ പെട്ടുപോയി ഗൈസ്, സോറി. അപ്പോൾ ഇന്ന് ഞാനൊരു വളരെ അടിപൊളിയായിട്ടുള്ളൊരു പസിലും കൊണ്ടാണ് വന്നിരിക്കുന്നത്. പസിലിൻ്റെ ജസ്റ്റ് ഞാൻ പൊസിഷൻ പറയാം. കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു പസിലാണ്. വൈറ്റ് കിങ് G1, വൈറ്റ് ക്യൂൻ H5, റോക്ക് G3, 2 റോക്കുണ്ട് G3 ആൻഡ് E1, ദെൻ ബിഷപ്പ് ഡേവിഡ് 2, ഒരു നൈറ്റ് ഉണ്ട് G4, പിന്നെ പോണുകൾ A5 C5, A5 C4 C2 D5 E4 F5 H4. ഇത്രയും പീസസാണ് വൈറ്റിനുള്ളത്. ദെൻ ബ്ലാക്കിൻ്റെ പീസസ്: ബ്ലാക്ക് കിങ് F8, ക്വീൻ D8, റൂക്ക് E8 ആൻഡ് A8, ബിഷപ്പ് C8, നൈറ്റ് D7 ആൻഡ് F7. പോണുകൾ A7 B7 D6 E5 D6 C5 ഒന്നുകൂടി ബ്ലാക്കിൻ്റെ പോണുകൾ പറയാം. A7 B7 C5 D6 D4 F6 H7. ഈ ഒരു പൊസിഷനിൽ വൈറ്റ് പ്ലേ ആണ്. വൈറ്റ് കളിച്ച് ബ്ലാക്കിനെ 3 മൂവിൽ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ചിന്തിച്ച് നോക്കൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ സൊല്യൂഷനിലോട്ട് പോകാം. ഇവിടെ തന്നെ ഇതുപോലത്തെ പൊസിഷൻ നമുക്ക് എപ്പോഴൊരു വീക്ക്നെസ്സാണ്. കാരണം ബ്ലാക്കിൻ്റെ കിങ് ഒരു കോർണറിലാണുള്ളത്. മാത്രമല്ല ഇപ്പോൾ ഈ F7 സ്ക്വയറിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബ്ലാക്കിൻ്റെ പീസ് നൈറ്റ് ഉണ്ട്, അതിന് സപ്പോർട്ട് ഉണ്ട് കിങ്. പക്ഷേ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇപ്പം തന്നെ ചെക്ക്മേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ലൈനിൽ തന്നെയാണ് ഇവിടെ സൊല്യൂഷൻ വരുന്നത്. ഫസ്റ്റ് മൂവ് വൈറ്റ് പ്ലേ ക്യൂൺ ടേക്സ് F7 ചെക്ക്. ഇതാണ് ഫസ്റ്റത്തെ മൂവ്. ബ്ലാക്കിന് ഓൺലി 1 ഓപ്ഷനാണ് കിങ് ടേക്സ് F7. ഫസ്റ്റ് മൂവ്സ് ആണ്. ദെൻ നൈറ്റ് H6 ചെക്ക്. സെക്കൻഡ് മൂവ് നൈറ്റ് H6 ചെക്കാണ്. ഇവിടെ കിങ് E7 പോകാം, അല്ലെങ്കിൽ F8 പോകാം. കിങ് F8 പോയാലും E7 പോയാലും. കിങ് F8 പോയാൽ റൂക്ക് ടു G8 ചെക്ക്മേറ്റ് ആണ്. ഇനി കിങ് F8 പകരം ദെൻ കിങ് E7 ആണ് പോയതെങ്കിൽ റൂക്ക് G7 ചെക്ക്മേറ്റ് ആണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്താണ് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ പസിൽസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്.